ചെയ്യണം. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം. ആളുകൾ എന്താ പറയണ്ടേ, സജീവ് സാർ പറഞ്ഞ പോലെ ആകാംക്ഷയിലാണ് അല്ലെ? ആളുകൾ ആകാംക്ഷയിലാണ്. വലിയൊരു തരംഗമാണ് കഴിഞ്ഞ മാസം നടന്നത്. ജൂലൈ മാസത്തേക്കാൾ 10 ലക്ഷത്തോളം PV ആണ് ഓഗസ്റ്റ് മാസം ബിസിനസ് ക്ലോസ് ചെയ്തപ്പോൾ എനിക്ക് വന്നത്. എനിക്ക് വന്നത് ഇത്രയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പല ആളുകൾക്കും എത്രയോ കൂടിയിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ചെറിയ കാര്യമല്ല. താങ്ക് യു സജീവ് സാർ. എന്നെ പരിചയപ്പെടുത്തിയ പേര് നോബിൾ ജോസ്, എറണാകുളത്ത് വരാപ്പുഴയാണ് താമസം. വളരെ യാദൃശ്ചികമായി RCMൽ വന്നയാളാണ്. ഇപ്പോ RCMലെ സ്റ്റാർ പേൾ അച്ചീവർ ആണ്. വളരെ സന്തോഷത്തോടു കൂടി അടിച്ചു പൊളിച്ച് RCM ചെയ്യുന്ന ഒരാളാണ്. സാർ എന്റെ വോയിസ് ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയറാണ് സാർ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. എന്തായാലും വളരെ സന്തോഷം. ഓണത്തിന്റെ ഒരു വൈബിലേക്ക്, മൂഡിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ നമ്മൾ ധാരാളം വീഡിയോയും ഫോട്ടോസും ഒക്കെ കണ്ടു. കൊമ്പിടിഞ്ഞാമാക്കിലെ ഓണവും വടക്കാഞ്ചേരിയിലെ ഓണത്തിന്റെ ഒക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ സോഷ്യൽ മീഡിയയിൽ തരംഗമാണ്. ഇപ്പൊ ഏകദേശം 402 ആളുകൾ ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. അടുത്ത 1, 2, 3 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ടീമിലുള്ള ആളുകൾ ഇനിയും ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ വിളിക്കാനുള്ള ഒരു സമയമുണ്ട്. എത്രയും പെട്ടെന്ന് അവരെ വിളിക്കാം. ആ ഒരു പറയാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാം, നമുക്ക് കാണാം. എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഇപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്ന ഈ പ്ലാൻ 1-ാം തീയതി മുതൽ ഞാൻ അവതരിപ്പിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ആളുകൾ എക്സൈറ്റ്മെന്റിലാണ്. അതുകൊണ്ട് വേണമെങ്കിൽ ഇനി ഉള്ള ആളുകളെ വിളിക്കാൻ അടുത്ത 2-3 മിനിറ്റ് സമയം നിങ്ങൾക്കുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ആളുകളെ വിളിക്കാം. അതിനുശേഷം ഞാൻ എൻ്റെ പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ സംസാരിക്കുന്നത് പ്രസന്റേഷനിലൂടെ ആയിരിക്കും. എന്തായാലും വലിയൊരു അവസരം നമ്മുടെയൊക്കെ മുൻപിൽ ഉണ്ട്. അവസരങ്ങൾ ഇങ്ങനെ എപ്പോഴും വരില്ല. കഴിഞ്ഞ പ്രാവശ്യം പ്രസന്റേഷനിൽ പറഞ്ഞപ്പോ അവസരം വരുമ്പോൾ ചാടി പിടിക്കണം എന്ന് പറഞ്ഞു അല്ലെ? ഈ അവസരം വരുന്നത് എപ്പോഴാന്ന് അറിയില്ല, അവിടെയാണ് പ്രശ്നം. അപ്പോ വളരെ പ്രശസ്തനായ ഒരാളോട് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഒരാൾ ചോദിച്ചു, സാറിന്റെ വിജയത്തിന്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അവസരം വരുമ്പോൾ ചാടി പിടിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, സാർ ഇത് എപ്പോഴാ വരുന്നേ പറഞ്ഞു. എപ്പോഴാ വരുന്നേന്ന് എനിക്കറിയില്ല, ഞാൻ എപ്പോഴും ചാടിക്കൊണ്ടിരിക്കും. അപ്പോ അതുകൊണ്ട് എന്താ ഗുണം? ഇത് വരുമ്പോൾ കിട്ടും എന്ന് പറഞ്ഞാലേ വലിയ വലിയ അവസരങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അത് കറക്റ്റ് നമുക്ക് കാണാൻ പറ്റണം. ഈ അവസരങ്ങൾ വലിയൊരു അവസരമാണ്, ഹ്യൂജ്. കാരണം ഈ ഒരു കാര്യത്തെ കുറിച്ച് ഒരുപക്ഷെ ആളുകൾ ശരിക്കും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനത് ചിന്തിച്ച് എന്താ പറയണ്ടേ, അങ്ങനത്തെ വല്ലാത്തൊരു അവസ്ഥയിലിരിക്കുക. അത്രയ്ക്ക് ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി. ഓണക്കിട്ട് നമ്മൾ തരംഗമാക്കിയ ആളുകളാണ് അല്ലെ? എന്റെ ടീമില് ഇപ്പോഴും ഓണക്കിറ്റ് കൊടുക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഫൈനൽ കണക്ക് എനിക്ക് പുറത്തു വിടാൻ പറ്റിയില്ല. കാരണം ഇന്നലെ മിനിങ്ങാന്നൊക്കെ ആളുകൾ, ഇന്ന് രാവിലെയും കൂടെ നോക്കുമ്പോൾ ഗ്രൂപ്പിൽ ഓണക്കിറ്റ് കൊടുക്കുന്നതിന്റെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോ ഓണം ആയിട്ടില്ലല്ലോ, അത് കഴിയുന്നേരം വരെ കിറ്റുകൾ, എനിക്ക് തോന്നുന്നു ഈ മാസവും ആളുകൾ കിറ്റൊക്കെ കൊടുക്കാൻ റെഡിയാണ്. ആ രീതിയിൽ ഓണക്കിറ്റുകൾ ഇപ്പോഴും കൊടുക്കുന്നതേ ഉള്ളൂ. ഏകദേശം 700-നടുത്ത് ഓണക്കിറ്റുകൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. 700-അധികം ഓണക്കിറ്റുകൾ. അപ്പൊ ഞാൻ ഓർക്കുമായിരുന്നു, ഇത് നമ്മൾ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇത്രയും പുതിയ കുടുംബങ്ങളിലോട്ട്, അല്ലെങ്കിൽ ഇത്രയും 700 കിറ്റ് എന്ന് പറയുമ്പോൾ ചെറുതാണോ, കാര്യമാണോ? അല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു ആവറേജ് 400-450 PV വെച്ച് 700 ഓണക്കിറ്റ് എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടായും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അല്ലേ? ചെറിയ കാര്യമല്ല. അപ്പോ ആളുകളുടെ എണ്ണം കുറച്ചും കൂടി ഒക്കെ കൂടി വരുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ, ഞാൻ എൻ്റെ പ്രസന്റേഷനിലൂടെ നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ സംഭവം, നമുക്ക് പറ്റിയതാണോ എന്താന്ന് നോക്കാം. ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യണേ. പ്രസന്റേഷൻ ഒന്ന് ഓൺ ചെയ്തോട്ടെ. ഇതിപ്പോ അവിടെ ഫുൾ സ്ക്രീൻ ആണോ? ആയിട്ടില്ല സാറേ. ഫുൾ സ്ക്രീൻ ആയിട്ടില്ല അല്ലേ? മറ്റുള്ള സ്ലൈഡിന്റെ ഇപ്പോഴും ആയിട്ടില്ല അല്ലേ?
ആ ഇല്ല ആയിട്ടില്ല. ഇല്ല, ഇപ്പോഴും ആയില്ല. എന്തോ ഒരു അത് എപ്പോഴും ഇങ്ങനെയാ. ഇപ്പൊ വന്നല്ലോ. റെഡി. ഓക്കെ, അടിപൊളി. അപ്പൊ എല്ലാരും റെഡിയാണോ സെപ്റ്റംബറിന് എടുക്കാൻ വേണ്ടിയിട്ട്? റെഡിയാണോ? ഈ മാസം 30 ദിവസം ഉള്ളത്. അത് 3-ാമത്തെ ദിവസം, അതായത് ഇന്ന് നമ്മൾ സെപ്റ്റംബർ 3-ാം തീയതിയാണ്. ശരിയല്ലേ? അതായത് 2 ദിവസം കഴിഞ്ഞു. ഇനി ശരിക്കും ഈ സമയം മുതൽ, ഇത് കേൾക്കുന്ന സമയം മുതൽ ഇനി നമ്മുടെ 28 ദിവസം നമ്മുടെ മുൻപിലുണ്ട്. 2 രീതിയിൽ കാര്യങ്ങൾ പറയാം. സാറേ 28 ദിവസമേ ഉള്ളൂ, അല്ലെങ്കിൽ 28 ദിവസം ഉണ്ട്. ഇത് ഏതാണ് പറയേണ്ടതെന്ന് നിങ്ങളാ വിചാരിക്കണ്ടേ. ഓക്കെ, അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. എനിക്ക് ഉറപ്പാണ് ഇവിടെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പാലിച്ചാൽ ഇപ്പോഴുള്ള നിങ്ങളുടെ ലെവലുകൾ മാറി മറിയും. അപ്പോൾ സീനിയർ ലെവലിലോട്ടൊക്കെ പോകുമ്പോൾ ലെവലുകൾ മാറി മറിയാൻ അല്പം സമയമെടുക്കും. PV അത്രയ്ക്ക് കൂടുതൽ വേണം. പക്ഷേ വൈറ്റൽ ലെവൽ, 100 കണക്കിന് വൈറ്റൽ ലെവൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ ഈ കാര്യം ചെയ്താൽ മതി. 100 കണക്കിന് വൈറ്റൽ ലെവൽ ചെറിയ കാര്യമല്ല അല്ലെ. നമുക്ക് ധാരാളം ബിഗിനറും സ്റ്റാർട്ടറും ഓപ്പണറും ഈഗിളും റണ്ണറും വിന്നറും സ്റ്റാർമാരും ഇനിയും വരണം. അങ്ങനെ ഒരു കാര്യം പറയാൻ പോകുന്നത്. ചിലപ്പോൾ ചിന്തിക്കുമ്പോൾ ഒന്നും അങ്ങനെ മനസ്സിൽ വരുന്നുണ്ടാവില്ല. കുഴപ്പമില്ല, നമുക്ക് നോക്കാം. സെപ്റ്റംബർ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ? സെപ്റ്റംബർ എന്ന വാക്കിന്റെ ഫുൾ ഫോമിലോട്ടാണ് ഞാൻ ആദ്യം പോകുന്നത്. യെസ്, വളരെ സ്മാർട്ടായിട്ട് നമ്മൾ നടക്കണം, സ്മാർട്ടായിട്ട് നമ്മൾ വർക്ക് ചെയ്യണം. ഹലോ, എല്ലാവരും കേൾക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിചാരം അല്ലെ? എന്താ പറഞ്ഞത്? സ്മാർട്ടായിട്ട് നമ്മൾ വർക്ക് ചെയ്യണം, സ്മാർട്ടായിട്ട് നമ്മൾ നടക്കണം. 434 ആളുകൾ ഇപ്പോൾ ഇവിടെയുണ്ട്. റെഡിയാണല്ലോ? ജോൺ സാർ എഴുതി യെസ് അല്ലെ. അതിനു മുൻപ് ഒഫീഷ്യലി തുടങ്ങുന്നത് ഞാൻ ഇവിടെ എല്ലാ പുതിയ അച്ചീവേഴ്സും, ധാരാളം പുതിയ അച്ചീവേഴ്സ് ഉണ്ട്. നിങ്ങൾക്കൊക്കെ പ്രത്യേക അഭിനന്ദനം. നമ്മളെ പേളച്ചിവർ ഷിജോ സാറിനെയൊക്കെ ഞാൻ കണ്ടിരുന്നു. എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനം. ഓക്കെ, അത് പറയാൻ വിട്ടുപോയി. അപ്പോൾ സ്മാർട്ടായിട്ട് നമ്മൾ നടക്കണം, സ്മാർട്ടായിട്ട് നമ്മൾ വർക്ക് ചെയ്യണം. സെപ്റ്റംബറിന്റെ ആദ്യത്തെ എസിന്റെ ആദ്യത്തെ. ഇനി എന്താണ് ഈ എനർജറ്റിക് ആയിരിക്കണം. എന്താ വേണ്ടത്? എല്ലാവരും എനർജറ്റിക് ആയിരിക്കണം. നമ്മളെ കാണുമ്പം ആളുകൾക്ക് തോന്നണം ഇവനാണ്, ഇവളാണ്, എന്തൊരു ആവേശമാണ്, എന്തൊരു എനർജിയാണെന്ന് ആളുകൾക്ക് തോന്നണം. അടുത്തത് എന്താ? പോസിറ്റീവ്, ഓൾവേസ് പോസിറ്റീവ് അല്ലെ? SEP അല്ലെ? സെപ്റ്റംബറിന്റെ P വരുന്നത് പോസിറ്റീവ്. ഓൾവേസ് പോസിറ്റീവ് എന്ന് പറയാ. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എന്തൊക്കെയാണെങ്കിലും നമ്മൾ, പ്രശ്നങ്ങളില്ലാത്ത ആരാ ഉള്ളത്? എല്ലാവർക്കും ഉണ്ട്. പക്ഷെ പുറത്തിറങ്ങിയ ആളുകളെ മുമ്പിലോട്ട് ചെല്ലുമ്പോൾ ചിരിച്ച മുഖത്തോടുകൂടി, ആ ഒരു ആവേശത്തോടുകൂടി, ആ എനർജിയോടുകൂടി, ഒരു പോസിറ്റീവോടുകൂടി മാത്രമേ നമ്മൾ ആളുകളോട് ഇടപെടാവുള്ളൂ. ആ ഒരു പോസിറ്റീവ് നമ്മൾ കൊണ്ടുവരണം. എന്താണ്? ടീം വർക്കാണ്. ഇത് തന്നെ സക്സസ് ആവുന്ന ബിസിനസ് അല്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ടീമായിട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ലെവലുകൾ മാറി മറിയുന്നത്. തന്നെ ചെയ്താൽ ചെറിയ ലെവലുകളൊക്കെ നേടാം. പക്ഷെ നിങ്ങൾ ടീമായിട്ട് ചെയ്യുമ്പോഴോ നിങ്ങൾക്ക് വലിയ വലിയ അച്ചീവ്മെന്റ് നേടാൻ സാധിക്കും. അപ്പൊ എന്ത് വേണം? ടീമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡി ആവണം. അടുത്ത എന്താണ്? എഡിഫൈ ചെയ്യണം. എന്തിനാ എഡിഫൈ ചെയ്യേണ്ടത്? നമ്മളുടെ പ്രൊഡക്റ്റിനെ അല്ലെ, ഈ കമ്പനിയെ. 25 വർഷം കഴിഞ്ഞ് മഹത്തരമായ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് നമ്മൾ അല്ലെ. അതിനെ എഡിഫൈ ചെയ്യണം. നമ്മുടെ ഗ്രേറ്റ് അപ്ലൈൻ ലീഡേഴ്സിനെ, നമ്മളുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം? എഡിഫൈ ചെയ്യണം. ഓക്കെ, പിന്നെന്താണ്? മോട്ടിവേറ്റിംഗ് ഫാക്ട്. അതായത് നമ്മൾ മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കുന്ന രീതി. പല ആളുകൾക്കും മോട്ടിവേഷൻ ആവശ്യം. പല ആളുകളും വളരെ ഡൗൺ ആണ്. അവർക്കൊന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ, അവരൊന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മുടെ ഒരു വാക്ക്, ഒരു നോട്ടം, ഒരു ഷെയ്ക്ക് ഹാൻഡ്, ഒരു ചിരി, നമ്മുടെ ഇത്രയും മനോഹരമായ പ്രൊഡക്റ്റ് ഒക്കെ മതിയാവും. അപ്പം ആളുകളെ മോട്ടിവേറ്റ് ചെയ്യണം. പിന്നെ ബ്രൈറ്റ് ഫ്യൂച്ചർ നമ്മൾ മുന്നിൽ കാണണം. നമ്മുടെ ഒരു ചെറിയ ഇതല്ല, താൽക്കാലിക ലാഭത്തിന് വേണ്ടിയാണോ നമ്മൾ RCM ചെയ്യുന്നത്? അല്ല, നമ്മുടെ ബ്രൈറ്റ് ഫ്യൂച്ചർ നമ്മൾ മുന്നിൽ കാണണം. എന്നിട്ട് വേണം RCM ചെയ്യാൻ. എൻഗേജ്. ഈ ഒരു മാസം, ഈ സെപ്റ്റംബർ മാസം നമ്മൾ എൻഗേജിലായിരിക്കണം. എന്ന് വെച്ചാൽ എൻഗേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബിസി ആയിരിക്കണം, ഓൾവേസ് ബിസി ആയിരിക്കണം അല്ലെ. കാരണം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ച് മാത്രം നിങ്ങൾ പറയുക, ഇത്ര മാത്രമേ ഉള്ളൂ. എൻഗേജിലായിരിക്കണം. അവസാനം റെസ്പെക്ട്. നമ്മൾ കാണുന്ന വ്യക്തികളോട്, ആരോടാണോ സംസാരിക്കുന്നത്, അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് കൊടുത്ത് അവരോട് സംസാരിക്കുക, ഇടപഴകുക. അപ്പൊ സെപ്റ്റംബറിന്റെ ഫുൾ ഫോം നമ്മൾ കിട്ടിയല്ലോ അല്ലെ. സ്മാർട്ട് ആയിരിക്കണം, എനർജറ്റിക് ആയിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം,
ടീം വർക്ക് ആയിരിക്കണം, എഡിഫൈ ചെയ്യണം, മോട്ടിവേഷൻ കൊടുക്കണം, സെൽഫ് മോട്ടിവേഷൻ വേണം, സെൽഫ് മോട്ടീവ് വേണം, അല്ലെങ്കിൽ പിന്നെ കാര്യമില്ല. നമുക്ക് സെൽഫായിട്ട് ഇതില്ലെങ്കിൽ ഒരു കാര്യമില്ല കേട്ടോ. ആ മോട്ടിവേഷൻ കൊടുക്കണം, ബ്രൈറ്റ് ഫ്യൂച്ചർ നമ്മൾ മുമ്പിൽ കാണണം, എൻഗേജ്ഡ് ആയിരിക്കണം, ഓൾവേസ് റെസ്പെക്റ്റോട് കൂടി നമ്മൾ ചെയ്താൽ വലിയ സംഭവം നടക്കും. അപ്പൊ ഇനി നോക്കിയാലോ, ഇപ്പോ നടന്നു വരുന്ന കുറച്ച് ഓഫറുകളെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. ഗാമോ റൈസനോൾ 100 എണ്ണം കംപ്ലീറ്റ് ചെയ്ത് പഞ്ചാബിലെ ദുരിയിൽ പോകാൻ അത് കംപ്ലീറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് മാസമാണ് ഈ സെപ്റ്റംബർ. അപ്പോൾ 100 എണ്ണം കംപ്ലീറ്റ് ചെയ്ത ധാരാളം ആളുകളുണ്ട്, അവർക്ക് പ്രത്യേക അഭിനന്ദനം. 20, 30, 40, 50 ഒക്കെ ചെയ്ത ആളുകളുണ്ട്, നിങ്ങൾക്ക് പ്രത്യേക അഭിനന്ദനം. ഇനി ഒന്നും ചെയ്തില്ലേ, ദാ ഈ മാസം സെപ്റ്റംബർ മാസം 100 ഗാമ റൈസനോൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സെൽഫ് ഐഡിയിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ പോകാം? ഫെബ്രുവരി മാസം പഞ്ചാബിലെ ദുരിയിൽ പോകാം. ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി, ഒരു വലിയൊരു അവസരമുണ്ട് അല്ലെ. അതോടൊപ്പം കമ്പനി വിസിറ്റ് ചെയ്യാനും താജ്മഹൽ കാണാൻ കുറെ ഉണ്ടാവും, അത് ലീഡേഴ്സ് നിങ്ങളോട് പറയും. ഓക്കെ, ഇത് പ്രത്യേകം ഓർക്കണം, മറക്കരുത്. കാരണം ഓണക്കിറ്റിന്റെ ഇതൊക്കെ വന്നപ്പോൾ ആളുകൾ ഗാമ വിട്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്. ഗാമ വിടരുത് അല്ലെ, ഗാമ കഴിച്ചുകൊണ്ട് വേണ്ടേ ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഞാനേ ഗാമ എടുക്കാൻ പോയപ്പോ ഫോൺ താഴെ പോയതാ. ഇത് കാണുന്നുണ്ടോ ഗാമയുടെ ഇത് അല്ലെ, കാണുന്നില്ലേ? ഇത് എടുക്കാൻ വേണ്ടി പോയപ്പോ ഫോൺ താഴെ പോയതാ അല്ലെ. അപ്പൊ എന്താ, നമ്മള് വിട്ടുകളയരുത്. അതോടൊപ്പം ഹരിത സഞ്ജീവിനിയുടെ ഓരോ ഓഫർ ഉണ്ട്, ബിനിസാർ നമുക്ക് തന്നിരുന്നു. ഹരിത സഞ്ജീവിനിയുടെ പ്രത്യേക ഓഫർ, ഹരിത സഞ്ജീവിനിയുടെ 25,000 PV അല്ലെങ്കിൽ 40,000 PV കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ പോകാം? മഹാരാഷ്ട്രയിലെ നാസിക്കിലെ കമ്പനിയിൽ പോയി അവിടെ താമസിച്ച് അവരുടെ ഫാക്ടറി വിസിറ്റ് ചെയ്ത് കാര്യങ്ങൾ വിശദമായി പഠിക്കാൻ ഒരു അവസരം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ഗാമിയായി, ഹരിത സഞ്ജീവിനിയായി. മൂന്നാമത്തേത് എന്താ? ഓണക്കിറ്റ്. ഓണക്കിറ്റ് ഇത് തീർന്നിട്ടൊന്നുമില്ല, ഇപ്പോഴും കൊടുക്കാൻ പറ്റും അല്ലെ. നമ്മൾ വീട്ടിൽ കയറി ഇരിക്കരുത്. അതേപോലെ ഈ മാസം എൻഗേജ്ഡ്, ഇങ്ങനെ ഫുള്ളി എൻഗേജ്ഡ്, ഓടി നടക്കുക, കൊടുക്കുക, കാണുക, കടയിൽ പോവുക, സാധനം മേടിക്കുക, കൊടുക്കുക, ഇത് തന്നെ പരിപാടി. ആളുകളോട് പറയുക അല്ലെ. വലിയൊരു പോസിറ്റീവ്. കഴിഞ്ഞ 3, 4, 5 മാസം നോക്കി, 5-6 മാസമായിട്ട് നോക്കി, എല്ലാ ഷോപ്പുകളുടെയും ബിസിനസ് കൂടി, എല്ലാ ആളുകളുടെയും ബിസിനസ് കൂടി. ഇനി അഥവാ കൂടിയിട്ടില്ലെങ്കിൽ എന്തോ കാര്യമായ പ്രശ്നമുണ്ട് അവിടെ വർക്ക് നടക്കാത്തതുകൊണ്ട്. അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ ഷോപ്പുകളും, ഞാൻ എത്രയോ ഷോപ്പുകളായിട്ട് സംസാരിച്ചു, എവിടെയൊക്കെ പോകുന്ന അവരോടൊക്കെ ചെയ്യും, അവർക്ക് ബിസിനസ് കൂടി. കടകളിൽ ആവശ്യത്തിന് പ്രൊഡക്റ്റ് കിട്ടുന്നില്ല, എന്തുകൊണ്ടാ? അതുപോലെ ബിസിനസ് കൂടി. വലിയൊരു അവസരം. 25 വർഷമായി RCM എന്ന പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്തിട്ട്. രണ്ടാമത്തേതോ, കിറ്റ് കൊടുത്തവരെ നിങ്ങൾ കൃത്യമായ ഫോളോ അപ്പ് നടത്തിയാൽ ഈ മാസം 100 കണക്കിന് ആളുകൾ, 1000 ആളുകൾ RCMൽ ജോയിൻ ചെയ്യും, ഒരു സംശയവും വേണ്ട. കഴിഞ്ഞ മാസം നേരത്തെ കിറ്റ് കൊടുത്തു തുടങ്ങിയ ആളുകൾ അതൊന്ന് കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്താൽ, അത് ഫോക്കസ് ചെയ്താൽ 100 ആളുകളെ നിങ്ങൾക്ക് RCMൽ പുതിയതായി ജോയിൻ ചെയ്യിപ്പിക്കാം. ഓക്കെ, 100 ആളുകളെ കൊണ്ടുവരാം. അപ്പൊ ഇതുമുണ്ട്. ഇനി പുതിയൊരു കിറ്റിന്റെ ഐഡിയ, ഇത് നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റാർ ഗോൾഡ് അച്ചീവർ ലിജോയ് സാറ് തന്ന ഒരു ഐഡിയ. എന്താണ്? ഒരു VIP ജോയിനിങ്. എന്താണ് VIP ജോയിനിങ്? ഒന്നുമില്ല, ജോയിൻ ചെയ്യാൻ 2000 രൂപയുടെ സാധനം വേണം മിനിമം, നമുക്കൊക്കെ അറിയാം. പക്ഷെ ഈ മാസത്തിന്റെ പ്രത്യേകത എന്താ? 25 വർഷം കംപ്ലീറ്റ് ആയി, അതുകൊണ്ട് ഒരു സ്പെഷ്യൽ VIP ജോയിനിങ് ഈ മാസം നടക്കുകയാണ്. നിങ്ങൾക്ക് 25 വർഷം കംപ്ലീറ്റ് ആയി ഈ മഹത്തരമായ പ്രസ്ഥാനത്തിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ട് ആളുകളോട്, നിങ്ങളൊരു സ്പെഷ്യൽ VIP ആണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് ആളുകളോട് പറഞ്ഞു നോക്കിക്കേ, ആളുകൾ ജോയിൻ ചെയ്യും. പ്രത്യേകിച്ച് കിറ്റ് കൊടുത്ത ആളുകൾ ഇപ്പൊക്കെ അവിടെ ഒന്ന് ചെന്ന് കഴിഞ്ഞാൽ അവർ പറയും, അവർ ജോയിൻ ചെയ്യും. പക്ഷെ നിങ്ങൾ എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്താൽ മാത്രം മതി. അവളെ അപ്പൊ ഭുവനേന്ദ്ര സാർ എഴുതിയേക്കുന്നു ഓൾറെഡി സ്റ്റാർട്ടഡ്. യെസ്, ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ധാരാളം ആളുകൾ സ്റ്റാർട്ട് ചെയ്തു. പലരും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റില്ല, പക്ഷെ പലരും ഉറക്കമൊക്കെ വിട്ട് ഫീൽഡിൽ തന്നെയാണ്. അങ്ങനെയുള്ള ആളുകളും ഉണ്ട് അല്ലെ. അപ്പൊ VIP ജോയിനിങ്. ഇനി എന്താ സംഭവം? ഇപ്പൊ എന്തോ വരുന്നുണ്ടല്ലോ ഇതിനകത്ത്. ഇനിയാണ് നമ്മുടെ ആഘോഷം. ഇനിയാണ് എന്ത് തുടങ്ങാൻ പോകുന്നത്? നമ്മളുടെ ആഘോഷം തുടങ്ങാൻ പോകുന്നത്. ഈ ആഘോഷത്തിന് വേണ്ട തയ്യാറെടുപ്പാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഈ ആഘോഷത്തിന് വേണ്ട തയ്യാറെടുപ്പാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ വളരെ ശ്രദ്ധിച്ചു. എന്താണ് ആഘോഷം? ഈ ആഘോഷത്തിന്റെ പ്രത്യേകത എന്താണ്? ആ സ്പെഷ്യൽ ഡേ എന്നാണ്, അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, അറിയില്ലാത്ത ഒരു കാര്യവുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്നലെ നമ്മൾ ഉദാഹരണത്തിന് ഓണാഘോഷം വടക്കാഞ്ചേരിയിലും കൊമ്പടിഞ്ഞാമാക്കലും ഒക്കെ നമ്മൾ ഓണാഘോഷത്തെ നമ്മൾ കണ്ടു. ഒരു ആഘോഷം വരുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? ആർക്കെങ്കിലും ഒന്ന് മെസ്സേജ് അയക്കാമോ?
വീട്ടിലൊരു കല്യാണം വന്നു, അല്ലെങ്കിൽ വലിയൊരു ആഘോഷം വന്നു. ആദ്യം എന്താ, ആർക്കെങ്കിലും ഒന്ന് മെസ്സേജ് അയക്കാം. ആഘോഷം വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്താന്ന് മെസ്സേജ് അയക്കാം. ആർക്കെങ്കിലും ഇത് കൃത്യമായിട്ട് കേൾക്കുന്നുണ്ടോ നോക്കാൻ ആളുകൾ മെസ്സേജ് അയക്കുമോ നോക്കട്ടെ. ആഘോഷം വരുമ്പോൾ ക്ഷണിക്കും. ഓക്കെ, ഇൻവൈറ്റ്, ലിസ്റ്റ് ഇടും, ഡ്രസ് എടുക്കുമെന്ന് ബിന്ദുമായിട്ട് എഴുതിക്കും. ഡ്രസ് എടുക്കും, പ്ലാനിങ്, ഡ്രസ് എടുക്കും, അഡ്വർടൈസ് ചെയ്യുമോ ആഘോഷം വരുമ്പോൾ, വൃത്തിയാക്കും, വീട് വൃത്തിയാക്കും. ഓക്കെ, ഡ്രസ് ലിസ്റ്റ്, ഡ്രസ് എടുക്കും, സദ്യ. ബിജു സനിൽ മേഡം സദ്യയുടെ കാര്യം മാത്രമേ ഓർമ്മയുള്ളൂ. സദ്യ, പ്ലാനിങ്, പെയിന്റ് അടിക്കും. എന്റെ അമ്മോ, ഡ്രസ്, കുറെ കാര്യങ്ങൾ. ആളുകള് ഡ്രസ് വാങ്ങും, ഡ്രസ് തയ്ക്കും, ഡ്രസ് എടുക്കും, ലിസ്റ്റ് ചെയ്യും, എടുക്കും, ഇൻവൈറ്റ് ചെയ്യും, ലിസ്റ്റ് കുറെ കാര്യങ്ങൾ ആളുകൾ പറയുന്നുണ്ട് അല്ലെ. ഹാപ്പി ആവും, പൈസ കണ്ടെത്തും. ഫിറോസ് സാർ എഴുതിക്കും, പൈസ കണ്ടെത്തും. യെസ്, സേവ് ദ ഡേറ്റ്. യെസ്, തീർച്ചയായിട്ടും വേണമല്ലോ. അയ്യോ, ഇഷ്ടം പോലെ മെസ്സേജ്. ഇതിപ്പോ വായിക്കാൻ പറ്റാത്ത രീതിയിൽ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കും. തയ്യാറെടുപ്പൊക്കെ ഉണ്ട്. നമ്മുടെ തയ്യാറെടുപ്പ് എന്താ? നമ്മുടെ ഇനി വരാൻ പോകുന്ന മെയിൻ ആഘോഷം എന്താ? ഇനി വരാൻ പോകുന്ന നമ്മുടെ മെയിൻ ആഘോഷം എന്താന്ന് പറയൂ. അത് ആർക്കെങ്കിലും പറയാൻ പറ്റും? ഇപ്പൊ നമ്മൾ ഡ്രസ് എടുക്കും, അല്ലെങ്കിൽ തയ്യാറെടുപ്പ്, പൈസ കണ്ടെത്തും, അതൊക്കെ എഴുതി. പ്രോഗ്രാം രൂപാന്തരണ യാത്ര ഓർമ്മയുണ്ടല്ലേ? നമ്മളുടെ ആഘോഷം ഏതാണ്? സ്പെഷ്യൽ ഡേ, October 2nd, October 2025. ഞാൻ മെയിൻ 2nd October എഴുതിയത്. ഈ രൂപാന്തര യാത്ര കേരളത്തിൽ വരുന്നത്, ആദ്യത്തെ ആഘോഷം നടക്കുന്നത് കണ്ണൂരാണ്, സെപ്റ്റംബർ 30. അതിനുശേഷം October 1 തൃശ്ശൂരിൽ ഇതിന്റെ ആഘോഷം നടക്കും. TCG വരുന്ന ഏറ്റവും വലിയ ആഘോഷം നടക്കുന്നത് 2025 സെപ്റ്റംബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ 2nd ഗാന്ധി കേരളത്തിലെത്തും അല്ലെ. അതിന്റെ സ്വപ്നം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മള് അത്താണി ജംഗ്ഷനിൽ നിന്ന് ഒരു ജാഥയായി, അല്ലെങ്കിൽ നടന്ന് റോഡിന്റെ സൈഡിൽ കൂടെ നടന്ന് സിയാൽ കൺവെൻഷൻ സെന്ററിലേക്ക് നടന്നു പോകുന്നതും, അതിന്റെ വീഡിയോ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയ ഒക്കെ ആവുന്നു. ഒന്നൊന്ന് സ്വപ്നം ഇപ്പോഴേ കണ്ടു നോക്കിക്ക്. ചെറിയ കാര്യമായിരിക്കില്ല. ഒന്ന് സ്വപ്നം കാണും, ഡ്രീം ചെയ്യണം. ശരിയല്ലേ? അപ്പോ നമ്മളുടെ ആഘോഷത്തിന്റെ ദിവസമാണ് എന്ത്? 2nd October. ആഘോഷം വരുമ്പോൾ നേരത്തെ തയ്യാറെടുപ്പ് തുടങ്ങും. ഇപ്പൊ പലരും മെസ്സേജ് അയച്ചു, വീട് വൃത്തിയാക്കും അല്ലെ. ആഘോഷത്തിന് ആരെയൊക്കെ വിളിക്കണം നമ്മൾ ലിസ്റ്റ് ഇടും. സദ്യവട്ടങ്ങൾ തയ്യാറാക്കാൻ വേണ്ടി അതിന്റെ ലിസ്റ്റ് ഇടണം. എന്തൊക്കെ വാങ്ങണം നമ്മൾ ലിസ്റ്റ് ഇടും. ആരെയൊക്കെ ഇൻവൈറ്റ് ചെയ്യും നമ്മൾ ലിസ്റ്റ് ഇടും. വീട് പെയിന്റ് അടിക്കും അല്ലെ. മൊത്തം ആഘോഷമാണ്. ഡ്രസ് വാങ്ങും. ആഘോഷത്തിന് പഴയ ഡ്രസ് ഇട്ട് പോകുന്നവർ ഇനി മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. ഇനിയിപ്പോ ആദ്യം സംസാരിക്കണ്ട, ഞാൻ സംസാരിക്കാം. ആഘോഷത്തില് അല്ലെ, വീട്ടിലൊരു കല്യാണം വരുമ്പോ പുത്തൻ ഡ്രസ്സാണോ പഴയ ഡ്രസ് ഇട്ടാണോ നമ്മൾ പോവുക? പുതിയ ഡ്രസ് അല്ലേ. വീട്ടിലൊരു ആഘോഷം വരുമ്പോൾ പുതിയ ഡ്രസ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇനി ശ്രദ്ധിച്ചോ. 25 വർഷം നമ്മൾ കംപ്ലീറ്റ് ആവാൻ പോവാണ്. രൂപാന്തരണ യാത്ര വരികയാണ്. ഇന്ത്യ ഒട്ടാകെ 17,000 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ഈ രൂപാന്തരണ യാത്ര അങ്ങനെ സെപ്റ്റംബർ 30 കേരളത്തിൽ വരും. October 2 അതിന്റെ മെഗാ സെലിബ്രേഷൻ പ്രോഗ്രാം കൊച്ചി സിയാൽ കൺവെൻഷൻ സെന്ററിൽ നടക്കും. അപ്പൊ ധാരാളം ആളുകൾ അവിടെ കയറി റെക്കഗ്നേഷന് വേണ്ടി യോഗ്യത നേരിട്ടുണ്ട്. നിങ്ങളുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ആ യോഗ്യത ഉണ്ടെങ്കിൽ അത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. കാരണം അവിടെ സ്റ്റേജ് റെക്കഗ്നേഷൻ ഉള്ളവർക്ക് ലിങ്ക് വന്നിട്ടുണ്ട്, അത് ചെയ്യണം. അപ്പോ നമ്മളുടെ മെഗാ സെലിബ്രേഷൻ ഡേ ആണ്, ആഘോഷമാണ്. ആർസിഎംകാരുടെ ആഘോഷ ദിവസമാണ് October 2. ഈ ഡേറ്റ് നിങ്ങൾ മനസ്സിൽ വെക്കണം, ആളുകളോട് പറയണം, പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതാണ് പറഞ്ഞത്, എഡിഫൈ. ഈ ഒരു ഡേറ്റിനെ കുറിച്ച് എഡിഫൈ ചെയ്ത് സംസാരിക്കണം. ഈ പ്രോഗ്രാമിനെ കുറിച്ച് എഡിഫൈ ചെയ്ത് സംസാരിക്കണം. അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് എഡിഫൈ ചെയ്ത് സംസാരിക്കണം. അവിടെ വരുന്ന ആളുകളെ കുറിച്ച് എഡിഫൈ ചെയ്ത് സംസാരിക്കണം. അപ്പൊ റെഡിയാണോ? ഈ ഒരു എഡിഫിക്കേഷൻ നമ്മൾ കൃത്യമായിട്ട് നടത്തും. ഈ സമയത്ത് നമ്മൾ പുതിയ വസ്ത്രങ്ങളും പുതിയ ചെരുപ്പുകളും വാങ്ങും. ശരിയല്ലേ? ശരിയാണോ? ഏതൊരു ആഘോഷം വീട്ടിൽ നടക്കുമ്പോഴും നമ്മൾ ആദ്യം പോകുന്നത് പുത്തൻ വസ്ത്രങ്ങളും പുതിയ ചെരുപ്പുമാണ്. ഓണത്തെ കുറിച്ച് പറയാറുണ്ട്, കാണം വിറ്റും ഓണം ഉണ്ണണം എന്നാണ്. കാണം വിറ്റും ഓണം ഉണ്ണണം എന്നാണ് ഓണത്തെ കുറിച്ച് പറയുക. സൗണ്ട് സംസാരിക്കുന്ന ആളുകള് നിങ്ങളുടെ സൗണ്ട് മ്യൂട്ടാണോ നോക്കിയിട്ട് സംസാരിക്കും. നിങ്ങൾ വീട്ടിൽ സംസാരിക്കും, നമ്മളിവിടെ പബ്ലിക് പ്ലാറ്റ്ഫോം അല്ലേ, 1000-500ഓളം ആളുകൾ കേൾക്കേണ്ട ആവശ്യമുണ്ടോ? അതൊന്ന് മ്യൂട്ട് ചെയ്യൂ കേട്ടോ. അപ്പോ
പുതിയ വസ്ത്രങ്ങളും ചെരുപ്പുകളും. ഇതിന്റെ ഒരു അവസരം എന്താണ്? നമ്മൾ പുത്തൻ വസ്ത്രങ്ങളും ചെരുപ്പുകളും ഒക്കെ വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, കെ രഘു സാറ് വാങ്ങി, ഞാനും വാങ്ങി. ഇതിന്റെ ഒരു അവസരം എന്താണെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടോ? ദാ എന്താണ് സ്ത്രീകളുടെ ഡ്രസ് കോഡ്? സാരി. സാരി കിട്ടാനുണ്ടോ? നിങ്ങൾ ഇപ്പോഴേ ഓർഡർ ചെയ്യണം. നിങ്ങൾ ടീമായിട്ട് ഓർഡർ ചെയ്ത് ഷോപ്പുകൾ ത്രൂ ഡിപ്പോയിൽ കൊടുത്താൽ ബൾക്ക് സാധനം വരും. ഞാൻ മേടിച്ചു, അല്ലേ? സാരി മാത്രം പോരാ, പുതിയ വസ്ത്രം എന്ന് പറയുമ്പോൾ സാരി മാത്രമല്ല, ഇന്നേഴ്സും ഉൾപ്പെടും. നിങ്ങൾ ശ്രദ്ധിക്കണം. പുറമേ ആളുകൾ കാണും, പുറമേ ഉള്ളത് പുതിയതല്ല, നമ്മൾ അകമേ ഉള്ളതും പുത്തനാക്കണം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ സാരിയായി, ബ്രായായി, പാൻറ്റീസായി, സോക്സ് ഇടുന്നവർക്ക് സോക്സായി, കർച്ചീഫായി, അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും നമ്മൾ പുതിയത് വാങ്ങണം. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ എല്ലാവരും? എല്ലാരും പറഞ്ഞ് വാങ്ങി, രഘു സാറ് വാങ്ങി, ഷർട്ട് മാത്രം വാങ്ങി, ഇനി വരുന്നതേ ഉള്ളൂ ലിസ്റ്റ്. ഇനി പലർക്കും ഇപ്പോ ഈ സാരി, ചിലപ്പോ സാരി ഉടുക്കാത്ത ആളുകളുണ്ട്. സാരി ഉടുക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഇത് ഒരു കുഞ്ഞു കുട്ടിയുടെ ഫോട്ടോ ഉണ്ടോ? ആ സാരി മേടിച്ച് കുട്ടിക്ക് ഫ്രോക്കാക്കി, മറ്റൊരു കുഞ്ഞു കുട്ടി നിൽക്കുന്നുണ്ടോ? അതേ സാരി മേടിച്ചിട്ട് അത് പാവാട അടിപൊളിയാക്കി. നിങ്ങൾക്ക് ഈ രീതിയിലാക്കാം. സാരി തന്നെ ഉടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പോ നമുക്ക് ഒരു ജമീല മേഡം ഉണ്ട് എറണാകുളത്ത്. 1-ാം തീയതി ക്ലാസ്സിന് വന്നപ്പോൾ ജമീല മേഡം പറഞ്ഞു, ഞാൻ ഇന്ന് വരെ അവരെ ആ പർദ്ദ ധരിച്ച് മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്നോട് ജമീല മേഡം പറഞ്ഞു, സാർ ഞാൻ RCMന്റെ സാരി വാങ്ങും, ഒക്ടോബർ 2-ന് ആ സാരി എടുത്ത് ഞാൻ വരും. ഹലോ, പറയണം, എഡിഫൈ ചെയ്യണം. ഇത് നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് ഇങ്ങനെയും ഡ്രസ്സുകൾ ഉണ്ടാക്കാം. ഇനിയോ, ചെരുപ്പ് പുതിയത് വേണ്ടേ? വസ്ത്രം മാത്രം മതിയോ? നല്ല ചെരുപ്പുകൾ, ഇഷ്ടംപോലെ ചെരുപ്പുകൾ കടകളിലുണ്ട്. ഇനി അഥവാ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഇപ്പോഴേ ഓർഡർ. അതുകൊണ്ടാണ് ഇത് ഈ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ തന്നത്. ചെരുപ്പുകള് പുതിയത് വേണം. ഇപ്പൊ സ്ത്രീകളുടെ പറഞ്ഞു, പുരുഷന്മാർക്ക് രൂപാന്തരയാത്രയുടെ ഷർട്ട് വേണം. ഷർട്ട് മാത്രം മതിയോ? ഇന്നേഴ്സ് വേണ്ടേ? അകത്തിടാൻ ബനിയൻ വേണ്ടേ? ബ്രീഫ് വേണ്ടേ? ഷർട്ട് മാത്രം പോരാ, അല്ലെ? നമുക്ക് പുതിയ ഷൂ അല്ലേ, ചെരുപ്പ് വേണ്ടേ? നമുക്ക് സോക്സ് വേണ്ടേ? നമുക്ക് കർച്ചീഫ് വേണ്ടേ? നമുക്ക് ബെൽറ്റ് വേണ്ടേ? വേണ്ടേ? ഇത് പുതിയത് നമ്മൾ വാങ്ങണം. ഈ പുതിയതിനെ നമ്മൾ എഡിഫൈ ചെയ്ത് സ്മാർട്ടോടുകൂടി, എനർജറ്റിക് ആയിട്ട്, ആവേശത്തോടു കൂടി നമ്മുടെ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ നമ്മൾ മുമ്പിൽ കണ്ട് നമ്മൾ സംസാരിക്കണം. പോസിറ്റീവായിട്ട്, ചിരിക്കുന്ന മുഖത്തോടു കൂടി, ആ ഒരു ഐശ്വര്യത്തോടു കൂടി. വേണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വേണോ വേണ്ടയോ? ഇത്രയും സാധനങ്ങൾ പുതിയത് വേണം. ഇപ്പൊ പുതിയൊരു പാട്ട് ഈയിടെ ഇറങ്ങിയിട്ടുണ്ട്. അത് നമ്മളെ കുറിച്ച് ഇറങ്ങിയതാ, RCMനെ കുറിച്ച്. എന്താണെന്നറിയോ? ഏത് മൂഡ്, സാരി മൂഡ്, അല്ലേ? ഒരു പാട്ട് കേട്ടില്ലേ? ഇപ്പോഴത്തെ ട്രെൻഡാണ്. എവിടെ ചെന്നാലും ഏത് മൂഡ്, ഓണം മൂഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതില്ലേ? അപ്പൊ ഏത് മൂഡ്, സാരി മൂഡ്. ഏത് സാരിയാ? കുത്താമ്പള്ളി RCMന്റെ ലോഗോ ഉള്ള കുത്താമ്പള്ളി സാരി മൂഡ്, അല്ലെങ്കിൽ രൂപാന്തര യാത്ര ഷർട്ട്. ഏത് മൂഡ്, ഷർട്ട് മൂഡ്. ഏത് മൂഡ്, ആഘോഷ മൂഡ്. ഏത് മൂഡ്, PV മൂഡ്. ഹലോ, മനസ്സിലാവുന്നുണ്ടല്ലോ? യെസ് ഓർ നോ ഒന്ന് ടൈപ്പ് ചെയ്യൂ. മനസ്സിലാവുന്നുണ്ടോ? യെസ് ഓർ നോ ഒന്ന് ടൈപ്പ് ചെയ്യോ? വരട്ടെ, യെസ്. മനസ്സിലാവുന്നുണ്ടല്ലേ? അപ്പോ നമുക്ക് വേണ്ടി ഇറക്കിയ ഒരു സംഭവമാണ് ഇപ്പോഴത്തെ പാട്ട്, ഏത് മൂഡ്, അല്ലേ? അപ്പൊ ഈ ഒരു മൂഡിലോട്ട് നമ്മൾ പോണം. ഇതിനെക്കുറിച്ച് ആളുകളോട് നമ്മൾ പറയണം. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് ആളുകൾ ആക്റ്റീവ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാ, അല്ലേ? അപ്പൊ ഇനി മുതൽ ആഘോഷത്തിലോട്ട് പോവാം, ആഘോഷ മൂഡിലോട്ട് പോവാണ്, അല്ലേ? പക്ഷേ പ്രൊമോഷൻ, എഡിഫിക്കേഷൻ, ചിരിച്ച മുഖത്തോടുകൂടി, ആവേശത്തോടുകൂടി, എനർജിയോടുകൂടി നിങ്ങളൊന്ന് പുറത്തിറങ്ങി നോക്കി. ഇനിയാണ് തീർന്നില്ല. ഏറ്റവും വലിയ സംഭവം, അണിഞ്ഞൊരുങ്ങണ്ടേ? വേണ്ടേ? വേണോ? അണിഞ്ഞൊരുങ്ങണ എന്ത് വേണം? അണിഞ്ഞൊരുങ്ങണ എന്ത് വേണം? കീസോൾ. യെസ്, ആശാ ദേവസ്യമയുടെ എഴുതി കീസോൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ എന്റെ ടീമിൽ ഏകദേശം 9542 ആളുകളുണ്ട്. സോറി, ഒരു കോള് വന്നത്, സോറി, ആരാന്നറിയില്ല. ഓക്കെ, എന്റെ ടീമിൽ ഏകദേശം 9542 ആളുകളുണ്ട്. ഒരു പുതിയ ആള് ജോയിൻ ചെയ്യാണ്ടും അതിൽ
ഒരു 1000 പേര് മാത്രം RCMന്റെ വസ്ത്രങ്ങൾ മേടിച്ചു, 500 പേര് മാത്രം RCMന്റെ വസ്ത്രങ്ങൾ മേടിച്ചാൽ നടക്കുന്ന മാജിക് ഞാൻ കാണിച്ചുതരാം. പുതിയ ഒരു ജോയിനിങ്ങും വേണ്ട. ഇപ്പൊ ഞാൻ അതിന്റെ മാജിക് കാണിച്ചുതരാം. അപ്പോ അണിഞ്ഞൊരുങ്ങണം, കേസുകളുണ്ട്, ഐലൈനറും കാജലും മസ്കാരയും അല്ലെ, ബേബി ക്രീമും കോമ്പാക്ട് പൗഡറും, എന്തൊക്കെ പ്രൊഡക്റ്റ് വേണ്ടി വരും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആഘോഷമാണ്, എല്ലാം പുതിയത് വേണം. PV ആണ് എല്ലാം, ആണല്ലോ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, PV തന്നെ വരില്ല, PV നമ്മൾ വരുത്തണം. ജേർസൺ, PV തന്നെ വരില്ല, PV നമ്മൾ വരുത്തണം. എങ്ങനെ വരുത്താം, അതിനെക്കുറിച്ചൊരു കാര്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. PV ജനറേഷൻ, ഇവിടെ ഇരിക്കുന്ന പുരുഷ കേസരികളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പൊ സ്ത്രീകൾ പേടിക്കണ്ട, നിങ്ങളുടെ വീട്ടിലുള്ള പുരുഷ കേസരികളെ കുറിച്ച്. മിനിമം ഇവിടെ സൈഡിൽ ഒരു സംഭവം എഴുതിയിട്ടുണ്ട്, മറ്റേ സ്തൂപത്തിനകത്ത് എന്താ, മാന്യ മഹാജനങ്ങളെ മനസ്സിലായോ എന്ന് എഴുതിയിട്ടുണ്ട്. വായിക്കണേ. ഒന്ന്, ബ്രാൻഡ് ന്യൂ സാധനം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ ഒക്ടോബർ 2-ന്. പുതിയ ഷർട്ട് വേണം, പുതിയ പാന്റ് വേണം, പുതിയ ഇന്നർ ബനിയൻ അല്ലെങ്കിൽ ബ്രീഫ് വേണം, പുതിയ ഷൂ അല്ലെങ്കിൽ ചെരുപ്പ് വേണം, പുതിയ സോക്സ് വേണം, പുതിയ ബെൽറ്റ് വേണം, പുതിയ ഹാൻഡ് കർച്ചീഫ് വേണം. എത്ര PV വരും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കാരണം നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആഘോഷമാണ് വരുന്നത്, ഏറ്റവും വലിയ ആഘോഷം. എത്ര PV വരും നിങ്ങൾ ഇന്നേ വരെ കണക്ക് കൂട്ടിയിട്ടുണ്ടോ? ഈ PVയുടെ കണക്കുണ്ടെന്ന് നിങ്ങൾ ഞെട്ടും. അടുത്തത്, വനിതാ രത്നങ്ങൾക്കുള്ള PV ജനറേഷൻ എങ്ങനെ കണ്ടോ? മാന്യ മഹാജനങ്ങളെ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ കണ്ടോളൂ. എന്താണ്? ബ്രാൻഡ് ന്യൂ സാരി, ഇന്നർ, ബ്രാ പാൻറ്റീസ്, നിങ്ങൾക്ക് ചെരുപ്പ് വേണം അല്ലെങ്കിൽ ഷൂ വേണം അല്ലെ, സോക്സ് വേണം, ഹാൻഡ് കർച്ചീഫ്. മിനിമം എത്രയും വേണമല്ലോ. ഞാൻ കോസ്മെറ്റിക്സിന്റെ കണക്ക് ഞാൻ ഇവിടെ എഴുതിയിട്ടേ ഇല്ല കേട്ടോ. അതൊക്കെ വരുമ്പോഴുള്ള PV ഇതിന്റെ ഡബിൾ ആണ്. ഞാൻ അത് എഴുതുന്നില്ല, കാരണം അത് ചിലര് പഴയതാ മേടിക്കുക, പഴയത് ഉപയോഗിക്കും. ഞാൻ പറഞ്ഞു, ഇതിനു വേണ്ടി നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാൻ, ഈ സമയത്ത് നിങ്ങൾക്ക് ആളുകൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ കീസ് കൊണ്ട് ഒരു അതിമനോഹരമായ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. കണക്കിലെ കളികൾ കാണിക്കട്ടെ. റെഡിയാണോ? നിങ്ങൾ റെഡിയാണെങ്കിൽ മാത്രമേ ഞാൻ കാണിക്കുള്ളൂ. കാണാൻ റെഡിയാണോ? യേസ് പറഞ്ഞാൽ ഇപ്പൊ കാണിക്കും, ഇല്ലെങ്കിൽ ഞാൻ കാണിക്കില്ല, അല്ലെങ്കിൽ ഇവിടെ നിർത്തും. 445 ഉണ്ട്. യേസ് കാണണല്ലേ? അതും കൂടെ കണ്ട ആവേശത്തോടു കൂടി ഇരിക്കുക എല്ലാവരും. യേസ് എന്നാ പറയുന്നത്. അപ്പൊ കണ്ടോളൂ. ഇവിടെ എഴുതിയിരിക്കുന്നത്, ഒരു വീട്ടിൽ ഒരു ഷർട്ട് മേടിച്ചാൽ, ഞാൻ ഇവിടെ PV മാത്രമേ എഴുതുള്ളൂ, ഞാൻ അതിന്റെ MRP DP ഒന്നും എഴുതില്ല കേട്ടോ. അതൊക്കെ നിങ്ങൾ നോക്കിക്കണം. ഷർട്ടിന് 300 PV. പാന്റിന് ഏറ്റവും കുറഞ്ഞ പാന്റാണ് ഞാൻ എടുത്തേക്കുന്നത്. ഞാൻ ഹൈ ഇതൊന്നും എടുത്തല്ല. ഏറ്റവും കുറഞ്ഞ പാന്റിന് 325 PV കിട്ടും. ഷൂവിന് ആവറേജ് 417 PV കിട്ടും. സോക്സിന് ആവറേജ് 40 PV കിട്ടും. ബെൽറ്റിന് 375 PV കിട്ടും. കർച്ചീഫിന് 55 PV കിട്ടും. ഇന്നർ ബനിയന് 68 PV കിട്ടും. ബ്രീഫിന് 104 PV കിട്ടും. സാരിക്ക്, കുത്താമ്പള്ളി സാരിക്ക് 675 PV കിട്ടും. ബ്രാക്ക് മിനിമം ഏറ്റവും ചെറിയ ഇത് ലോക്ക് എന്നല്ല പറഞ്ഞതിന്റെ പല ടൈപ്പ് ഉണ്ടല്ലോ, അതിൽ ഏറ്റവും നോർമൽ ബ്രാ എടുത്താണ് 136 PV കിട്ടും. പാന്റിക്ക് 240 PV കിട്ടും. ചെരുപ്പ് സാൻഡൽ ചപ്പൽ 225 PV കിട്ടും. കർച്ചീഫിന് 48 PV കിട്ടും. ഇനിയാണ് ഇതിന്റെ വേണേ ഫോട്ടോ എടുത്തോട്ടാ. ഇനി വരാൻ പോകുന്ന പേജാണ് കാണേണ്ടത്. ഫോട്ടോ എടുത്തു എന്ന് വിചാരിക്കുന്നു, സ്ക്രീൻഷോട്ട് എടുത്തു എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. ഒരു വീട്ടിൽ 2 പേർക്ക് വേണമെങ്കിൽ ഇതിന്റെ ഡബിൾ വരും. ഇത് ഒരു ഭാര്യയും ഭർത്താവിനും ഉള്ളതാണ്. മക്കം കൂടെ വേണമെങ്കിൽ ഇതിന്റെ ഡബിൾ വരും. അതൊക്കെ നിങ്ങൾ നോക്കിയോളൂ. കണക്ക് ഞാൻ ശരിക്കും ഇത് കാണിച്ചുതരാം. നിങ്ങളുടെ ടീമിൽ 10 പേര് സംഭവം മേടിച്ചാൽ 30,550 PV ആയി. നിങ്ങളുടെ ടീമിൽ 50 പേര് മേടിച്ചാൽ 1,52,900 PV ആയി. നിങ്ങളുടെ ടീമിൽ 100 പേര് ഇത് മേടിച്ചാൽ 3,58,000 PV ആയി. നിങ്ങളുടെ ടീമിൽ 250 ആളുകൾ മേടിച്ചാൽ 7,64,500 PV വരും. നിങ്ങളുടെ ടീമിൽ 500 ആളുകൾ ഇത് മേടിച്ചാൽ 15,29,000 PV വരും. നിങ്ങളുടെ ടീമിൽ 1000 ആളുകളുള്ള ടീമാണെങ്കിൽ 30,58,000 PV വരും. 2000 പേര്, അത്രയും വലിയ ഹ്യൂജ് ടീമുള്ളവരാണെങ്കിൽ 2000 പേര് ഇത് മേടിച്ചാൽ ഉപയോഗിച്ചാൽ മാത്രം 61,16,000 PV വരും. 3000 ആളുകൾ ഇത് മേടിച്ചുപയോഗിച്ചാൽ 91,74,000 PV വരും. സെപ്റ്റംബർ 30-ന് കണ്ണൂർ പ്രോഗ്രാം നടക്കും. നമ്മുടെ എത്രയോ ടീമിലെ ആളുകൾ കണ്ണൂർ ജില്ലയിലുണ്ട്.
ഒന്ന് അവരോട് പറഞ്ഞു നോക്കിക്കേ. ഒക്ടോബർ 1 തൃശ്ശൂരിൽ മെഗാ പ്രോഗ്രാം നടക്കും. ഇവിടെ ഇരിക്കുന്ന മിക്ക ആളുകളും തൃശ്ശൂർ ആ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരല്ലേ. എത്ര PV വരും? ഒക്ടോബർ 2 മെഗാ സെലിബ്രേഷൻ പ്രോഗ്രാം നമ്മുടെ കൊച്ചിയിൽ നടക്കുമ്പോൾ അവിടെ 5000-ൽ പരം ആളുകൾ വരും. 3000 ആളുകൾ ഈ പ്രൊഡക്റ്റ് മാത്രം മേടിച്ചാൽ വരുന്ന PV ജനറേഷന്റെ കണക്കാണ് ഞാൻ എഴുതിയത്. ഇനി ഇത് വേണോ വേണ്ടെന്ന് ആരാ തീരുമാനിക്കണ്ടേ? അത് സ്വയം തീരുമാനിക്കണം. ടീമിലുള്ള ഓരോരുത്തരെയും നേരിട്ട് കണ്ട് ഇതിന്റെ അവസരം പറയുകയും ഈ ഒരു സാധ്യതയെക്കുറിച്ച് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കുക. ഞാൻ 1-ാം തീയതി ക്ലാസ് എടുത്തപ്പോൾ ആളുകൾ പറഞ്ഞു, ഞങ്ങൾ റെഡിയാണ് സാറേ എന്നാ പറഞ്ഞു. അവർ മേടിക്കും. വേണോ വേണ്ടയോ നിങ്ങൾ ആലോചിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ കാര്യം നിസ്സാരമല്ല. എന്താണ് കാര്യം? ഏട്ടിലെ പശു പുല്ല് തിന്നില്ല. എന്താണ് ഏട്ടിലെ പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പടത്തിലുള്ള പശു ഇല്ലേ, ബുക്കിലൊക്കെ ഉള്ള പശു, ആ പശു പുല്ല് തിന്നില്ല. അതിനെ അഴിച്ചു വിടണം അല്ലെ, ജീവനുള്ള വേണം. ഡിസ്പ്ലേ വാളിൽ PV കിട്ടില്ല. ശരിക്കും ശ്രദ്ധിക്കണം. ഡിസ്പ്ലേ വാളിൽ PV കിട്ടില്ല. PV കിട്ടണമെങ്കിൽ എന്ത് വേണം? ID-ലോട്ട് അടിക്കണം. അവിടെയാണ് പ്രശ്നം. സംഭവം മനസ്സിലാവുന്നുണ്ടോ? ആളുകൾ സ്റ്റോക്ക് ചെയ്യാൻ മിടുക്കന്മാരാ. നിങ്ങൾ സ്റ്റോക്കിസ്റ്റ് ഒന്നും അല്ല. നിങ്ങളെ സ്റ്റോക്കിസ്റ്റ് ആയിട്ടല്ല കമ്പനി, അസോസിയേറ്റ് ബയ്യർ ഓർ ഡയറക്റ്റ് സെല്ലർ. സ്റ്റോക്കിസ്റ്റ് അല്ല. അത് ചെയ്യേണ്ടവര് ചെയ്തോളൂ. ഹലോ, മനസ്സിലാവുന്നുണ്ടോ? രഘു സാറേ, മനസ്സിലാവുന്നുണ്ടല്ലോ? നമ്മൾ സ്റ്റോക്കിസ്റ്റിന്റെ പണി അല്ല എടുക്കേണ്ടത്. ചെയ്യേണ്ട പണി, നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം മാത്രമേ നമ്മൾ ചെയ്യാവൂ. അപ്പോ ഏട്ടിലെ പശു പുല്ല് തിന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നല്ലോ? അതായത് ഒരു പടത്തിലുള്ള പശു അതൊരിക്കലും പുല്ല് തിന്നില്ല. ഡിസ്പ്ലേ വാളിൽ ഒരിക്കലും PV കിട്ടില്ല. ID-യിൽ നിങ്ങൾ എപ്പോൾ അടിക്കുന്നു അപ്പോൾ മാത്രമേ PV ജനറേറ്റ് ആവൂ. അപ്പോൾ മാത്രമേ അത് ഇൻകം ആയിട്ട് നിങ്ങൾക്ക് കിട്ടൂ. പലതുള്ളി പെരുവെള്ളം വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. എന്ത് കാര്യം തുടങ്ങാനും നിങ്ങൾ മഹാനാവേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ മഹാനാവാൻ നിങ്ങൾ എന്തെങ്കിലും തുടങ്ങണം. ഹലോ, കറക്റ്റ് മനസ്സിലാവുന്നുണ്ടല്ലോ? മഹാനാവാൻ നിങ്ങൾ എന്തെങ്കിലും തുടങ്ങണം. ഇത് വേണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. തീരുമാനം നിങ്ങളുടെയാണ്. എപ്പോഴും പറയുന്നത് പോലെ പരിശ്രമം ചെയ്യുകയിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കരങ്ങളെ നൽകിയത്രേ മനുഷ്യനെ പാരിലയച്ച ദീസൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അടിപൊളി ഓണം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ. വലിയൊരു തന്നെ ഒരു ആഘോഷത്തിന്റെ മൂഡിലാണ് നമ്മൾ, ആ ഒരു സന്തോഷത്തിലാണ് നമ്മൾ, ആ ഒരു ആവേശത്തിലാണ് നമ്മൾ. ഇനി എന്താ വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ. താങ്ക് യു. JRC. താങ്ക് യു നോബൽ സാർ, താങ്ക് യു. കാരണം സിമ്പിളായിട്ടുള്ള മെത്തേഡ് കൊണ്ട് വലിയ PV എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഇതാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഓണക്കോടിക്ക് ഓണക്കോടിയായി, രൂപാന്തര യാത്രയ്ക്ക് അതിനുള്ള ഡ്രസ്സായി. ഈ ഒരു തരംഗം ആരൊക്കെയാണോ RSIM-ല് നമ്മളോടൊത്ത് ചേർന്ന് നിൽക്കുന്നത് അവരുടെ കുടുംബങ്ങളിൽ ഇതൊന്ന് പറഞ്ഞു കൊടുത്താൽ ഇത് ധരിക്കാനുള്ള